പുറം ജോലിക്ക് ഒരു പണിക്കാരിയെ കൊണ്ടുവന്നിട്ടുണ്ട്. ദേ ഒന്ന് ഇനി ഭാനുമതി അമ്മക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ വളരെ വിശാലമായി വലവീശി പിടിച്ചതാ. പേര് കാർത്തികേയനി. 24 മണിക്കൂറും അധ്വാനിച്ചോളൂ. ചിലവും താമസവും കഴിഞ്ഞ് മാസാമാസം ഒരു 100 രൂപ കയ്യിൽ വെച്ചു കൊടുത്താൽ പരമാനന്ദം. കാർത്തികേയനിയുടെ വീട് എവിടെയാ? വടക്കാണെന്നാണ് അവള് കാണിച്ചതിന്റെ അർത്ഥം. വിശ്വസിക്കാവോ? വിശ്വസിക്കാവുന്നത് കൊണ്ടല്ലേ കൊണ്ടുവന്നത്. നമ്മുടെ പഴയ തഹസിൽദാരുടെ വീട്ടിലായിരുന്നു കുറെ കാലം. എന്നാൽ ഈ മുളകൊക്കെ നന്നായിട്ട് അരച്ചേ, എന്നിട്ട് അകമൊക്കെ നന്നായിട്ട് അടിച്ചു വാരി തുടയ്ക്കണം. തൽക്കാലം അടുക്കള കയറണ്ട. ജോലിയൊക്കെ ഒന്ന് വൃത്തിയാകുമ്പോ ഞാൻ പറയാം, അപ്പ കേറിയാ മതി. എന്നാലും ഉദ്ഘാടനം നടക്കട്ടെ. നേരം വണ്ണം നിന്നാൽ നിനക്ക് നല്ലത്. എനിക്ക് അത്ര പറയാമോ? അരക്കണോ അല്ലേ? ഇപ്പൊ അരക്കാം. എവിടെ കൊണ്ടുപോകുന്നത്? പൗഡർ ഇട്ടേരാട്ടാ. തഹസിൽദാരുടെ വീട്ടിൽ ഒരു മാസം നിന്നപ്പോ തലയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് അവളെ ആശുപത്രിയിൽ അയച്ച വിവരം ഞാൻ അറിഞ്ഞിരുന്നില്ല. അവരെപ്പോഴാ അവിടെ നിന്ന് വിട്ടത്? അതും വിട്ടതല്ല അത്രേ. സുഖമായെന്നും പറഞ്ഞ് അവളെ ഇറങ്ങി പോകുന്നതാ. അവളെ അമ്മിക്കല്ലെടുത്ത് തന്റെ തല ഇട്ടിരുന്നെങ്കിൽ ഈ കഞ്ഞി ഞങ്ങൾക്ക് തന്നെ 16 ലിറ്റർ കുടിക്കായിരുന്നു. അതെ. എന്നിട്ട് അമ്മക്കുട്ടി കിട്ടിയോ? അത് ഞാൻ മുങ്ങിയെടുത്തടാ. ഭാഗ്യത്തിനത് പൊട്ടിയില്ല. വിതച്ചാലും കൊയ്താലും പോരാ, തിന്നാനും യോഗം വേണം. മനുഷ്യനായാലേ കുറച്ച് മര്യാദയൊക്കെ വേണം. അമ്മാവനാണെന്ന് വെച്ച് ചെറ്റത്തരം കാണിക്കരുത്. 2 ദിവസമായില്ലേ എനിക്ക് വന്നൊരു കവർ പോസ്റ്റ്മാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ട്? അത് നിങ്ങൾ എനിക്ക് തന്നോ? എന്തായാലോ? എപ്പോ? മിനിയാന്ന് ചന്തക്കാരി വിലാസിനുടെ വീട്ടിൽ വെച്ച് അമ്മാവനെ കണ്ടപ്പം കത്ത് കയ്യോട് അമ്മാവനെ ഏൽപ്പിച്ചു എന്നാണല്ലോ പോസ്റ്റ്മാൻ കാതർകൂട്ടി എന്നോട് പറഞ്ഞത്. അമ്മാവൻ എന്തിനാ ചന്തക്കാരി വിലാസിനിയുടെ വീട്ടിൽ പോയത്? ആ വിലാസിനിക്ക് കുറച്ച് ഇഞ്ചി വേണമെന്ന് പറഞ്ഞു. അത് സംസാരിക്കാനാണ് ഞാൻ അവിടെ പോയത്. ഇഞ്ചി കച്ചവടം നിർത്തി കാര്യം പറ. പൊള്ളാച്ചിന്ന് എനിക്ക് വന്നൊരു രജിസ്റ്റർ പരിചയത്തിന്റെ പേരിൽ അമ്മാവൻ ഒപ്പിട്ട് വാങ്ങിച്ചു എന്നാണ് ആ കാതർകൂട്ടി എന്നോട് പറഞ്ഞത്. അത് എവിടെയെന്നാ ചോദിച്ചത്? ഓ അത് നേരാ. അത് ഞാൻ എന്റെ ട്രൗസറിന്റെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ഓ അതെനിക്ക് വന്നൊരു അപ്പോയിന്റ്മെന്റ് ഓർഡറാ. പൊള്ളാച്ചിയിലെ PKT പാഴ്സൽ കമ്പനിയിലെ മാനേജിംഗ് ട്രെയിനി ആയിട്ട് എന്നെ വിളിച്ചിരിക്കുക. ഇവിടുത്തെ ബ്രാഞ്ച് മാനേജർ പറഞ്ഞിട്ടാണ് ഞാൻ ആപ്ലിക്കേഷൻ അയച്ചത്. ആ ട്രൗസറോടെ അമ്മാവ? സാധനം കീസേ കാണും. ട്രൗസറോടെ? ആ ട്രൗസറാ ഞാനിപ്പോ ഇട്ടിരിക്കുന്നത്. എന്റെ ജോലി ഇറങ്ങിയല്ലോ. ഇതൊന്ന് ശരിയായി കിട്ടാൻ ഞാൻ എവിടെയൊക്കെ അലഞ്ഞതാ. ഏത് പോക്കറ്റിലാ? ഇവിടെ കാണാം. വരട്ടെ തുറക്കുന്നതിന് മുമ്പ് അത് വെയിലത്ത് വെച്ചും ചൂടാ. ഇത് ചൂടാക്കുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു സാധനം തണുപ്പിക്കാനുണ്ട്. എന്നെ കോവിലിന്റെ മുമ്പിൽ ഇറക്കി വിട്. എന്നിട്ട് നീ പോയി ഒരു ടീ സാപ്പിട്ട് വാ. ഇനി ഓട്ടോ ഉണ്ട്. തമിഴ് നീ നല്ലാതെ പേசுறே. ഇനി ഞാനിവിടെ വിലസാൻ പോവല്ലേ അണ്ണാച്ചി. ഇതാരുടെ ഈ സ്ഥലമൊക്കെ? ഇതെല്ലാം എന്റെ കൗണ്ടർ ഓടുന്നുങ്ക. ഇയാളത് എങ്ങോട്ടാ പോകുന്നു? എടോ താനെന്തിനാ இந்த பக்கம் திருப்பியது? என்ன கொல்ல கொண்டு வா? அப்படிலாம் செய்ய மாட்டேனுங்க. ஆம்பளை பிள்ளை தானே, பயப்படாம வாங்க. വണ്ടി നിർത്തോ. എടോ അണ്ണാച്ചി താനിത് എന്തു? ചിന്നമാതാ കയ്യോടെ കുട്ടി ഉടച്ചോണ്ടാங்க. ഇത് കൊണ്ട് കൂലി വേണാമുങ്ക. തറവാട്ടുകാർ മുഴുവൻ ഗുണ്ടകളാണെന്ന് കേട്ടിട്ടുണ്ട്. മോളു എന്നെ തല്ലാറിയതാ. ഈ പണി നമുക്ക് പറ്റില്ല. വണ്ടി എടുക്കണോ? என்னங்க இந்த பார்சல் அனுப்பணும். ஆபீஸ்க்கு வரலானா அப்பா கொன்னுடுவாரு. அதான் செல்லையாக்கிட்ட. മാനേജ്മെന്റ് ട്രെയിനി ആയിട്ട് ജോലിക്ക് വന്നവനാണ് ഞാൻ. നിങ്ങളുടെ ഈ 4 അണയുടെ പാഴ്സൽ വാങ്ങി വെക്കുന്നതല്ല എന്റെ ജോലി. ഒന്നും മനസ്സിലായില്ല അല്ലേ? എങ്ങനെ മനസ്സിലാവാനാ? എന്റെ പെണ്ണെ ഇതൊക്കെ പോസ്റ്റ് ഓഫീസിലും കൊണ്ട് കൊടു. PKTയിലൊക്കെ വല്ലത് അയക്കണമെന്നുണ്ടെങ്കിൽ വലിയ വലിയ പെട്ടികൾ എന്തെങ്കിലുമൊക്കെ പോഞ്ഞുകൊണ്ടോ അപ്പ അയക്കാം. വണ്ടി എടുക്കണോ? തോട്ടത്തിൽ വെച്ച് ഞാൻ പാഴ്സൽ മേടിച്ചില്ല എന്നും പറഞ്ഞ് എന്നെ ഓഫീസിൽ കയറി ആരെങ്കിലും തല്ലാൻ വന്നാ എല്ലാത്തിനും കുടലേനെടുക്കും. വണ്ടി എടുക്കണോ? ഞാൻ ഒറ്റയ്ക്കല്ല, കരിവീട്ടി പോലത്തെ 3 എണ്ണം വേറെ ഉണ്ട്. പിന്നെ എന്റെ അച്ഛനും ഒറ്റ ഇടിച്ച കൗണ്ടറൊക്കെ പൊടിഞ്ഞ് ഉമിക്കരി പോലെ ആയി പോകും. അവളുടെ ഒരു ഉണക്ക പാഴ്സൽ.
வெட்டுக்கிளி மாதிரி பட்டு பட்டுன்னு பேசுறா. அந்த ஆள் பேசுனது உனக்கு புரிஞ்சுதாடி? கொஞ்சம் கொஞ்சம் புரிஞ்சுது. எனக்கு கூட பேசணும் தோணுச்சு. அந்த ஆளு நிறுத்தினா தானே. എന്താടോ? പാർസലുങ്ക. അത് മേശപ്പുറത്താണോ കൊണ്ടുവയ്ക്കുന്നത്? അങ്ങോട്ട് വയ്ക്ക്, എന്നിട്ട് ബുക്ക് ചെയ്യ്. ஏயா பார்சல் இவ்வளவு பெருசா இருக்க, அட்ரஸ் கொஞ்சம் பெருசா எழுதக்கூடாது? எந்த ஊருக்கு? அதான் எழுதி இருக்குல்ல, நீங்களே படிங்க. ஹரிகிருஷ்ணன் மேலப்பரம்பில், ஆண் வீடு, கேரளா. ഇതെന്താ ഹരി, ഒരുമാതിരി പാഞ്ചാലി വസ്ത്രാക്ഷേപം പോലെ? വെട്ടി വെട്ടി അവസാനം വല്ല നിധിയും കിടക്കുമാ? നിന്റെ കത്തുകളും നീ അയച്ച പണവും കിട്ടി. പണം ഇനി നീ അയക്കണ്ട. എവിടെ പണം എന്ന് ചോദിച്ചാൽ ശമ്പളം കിട്ടിയില്ല എന്ന് പറഞ്ഞാ മതി. എന്റെ കാലിന് നീരിപ്പോ കൂടുതലാണ്. തലക്കനം കൊണ്ടാണെന്നാണ് അയാൾ പറയുന്നത്. നിന്റെ അച്ഛൻ നന്നാവില്ല. എന്റെ മോനെ, നിനക്ക് സുഖമാണോടാ? നിനക്ക് ചുറ്റും മനുഷ്യ സ്നേഹമുള്ള വല്ലവരും ഉണ്ടോടാ? അതല്ല എല്ലാം നിന്റെ ചേട്ടന്മാരെ അച്ഛനെയും പോലാണോ? അടുക്കളപ്പണിക്ക് ഇപ്പോഴും ആരുമില്ല. പിടിവിട്ടു പോച്ചുങ്ക. അത് മനസ്സിലായി. പിടിവിട്ടാൽ ഏത് സാധനവും താഴേക്ക് വീഴുമെന്നേ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. തമിഴ് തെരിയാതാ? മലയാളം തെരിയുമാ? പിന്നെന്തിനാണ് ഓരോരോ കുടം വാങ്ങി ദിവസം ഇങ്ങനെ ഉരുട്ടി കളിക്കുന്നത്? പെരിയ കൗണ്ടർ പറഞ്ഞാലേ നിന്റെ ഗതി ആ പിച്ചള കുടത്തേക്കാ കഷ്ടാവും. எனக்கு உங்களை பிடிச்சிருக்கு. நான் விட மாட்டேன், கண்டிப்பா விட மாட்டேன்.